നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമാണ് സൂര്യൻ. ആ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹത്തിൽപ്പെട്ട ഒരേ ഒരു ഗ്രഹം നമ്മുടെ ഭൂമി. 80,000 കോടി ഗാലക്സികളുള്ള പ്രപഞ്ചത്തിലെ ഒരേ ഒരു ഗാലക്സിയായ ക്ഷീരപഥത്തിലെ ഗോളങ്ങളെ മുഴുവനും ഒരു സെക്കൻഡിൽ 1 എന്ന വേഗത്തിൽ എണ്ണി തീർക്കണമെങ്കിൽ 4500 വർഷം വേണം ഒരു ഗാലക്സിയിലെ. ബാക്കിയപ്പോ ആ ക്ഷീരപഥത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ 2500 കോടി പ്രകാശ വർഷം യാത്ര ചെയ്താൽ ഒരറ്റത്ത് നിന്ന് അങ്ങേയറ്റത്തെത്തു. അപ്പൊ ഒന്നിന്റെ അവസ്ഥയാണ്. ബാക്കി 79,000 കോടിയുടെ അവസ്ഥ എന്താ? മനുഷ്യൻ അള്ളാനെ വെല്ലുവിളിക്കാറൊന്നും ആയിട്ടില്ല. നിൽക്കട്ടെ. അള്ള പറയാ നരകത്തെ വലിച്ചോണ്ട് വരും. മുമ്പില് മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്, വാപ്പയുണ്ട്. ഖുർആൻ ഞാൻ പറഞ്ഞില്ല, അഹമ്മദ് കബീറിന്റെ അല്ല ഖുർആൻ. അള്ളാഹു നല്ല ബോധം നൽകട്ടെ. ഒന്ന് മനസ്സിന് ഭയം വരട്ടെ സഹോദരങ്ങളെ. വരൂല. നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് എത്ര പേരാ മരിക്കണം? ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കും. ഹാർട്ട് അറ്റാക്ക് കൂടുതലാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അമേരിക്കയെ തെമ്മാടി രാഷ്ട്രമെന്ന് വിളിച്ച ഹൂഗോ ചാവേസ് പോലും മരണപ്പെട്ടത് ഹൃദയാഘാതം മൂലം. ഹാർട്ട് അറ്റാക്ക് ഷാവേസിന് ഹാർട്ട് അറ്റാക്ക് വളരെ കൂടുതലാ. കാരണം അമ്മാതിരി തീറ്റയല്ലേ തിന്നത്, അമ്മാതിരി ഭക്ഷണമല്ലേ തിന്നണത്. ഗൾഫിലാണെങ്കിൽ പിന്നെ പറയാനുണ്ട്. എന്നെ കൂടെ തീറ്റിട്ട് നശിപ്പിച്ച് അത് കബാബ എന്താ പിന്നെന്താ ഷവായി ഞാൻ ഖുർആനിൽ പറഞ്ഞുതരാം ഇൻഷാല്ലാ. ഷവായി ഖുർആനിലാണ്. സർവ്വസാധനം അമ്മാതിരി തീറ്റയല്ലേ നമ്മൾ തിന്നണേ. തീറ്റയ്ക്ക് വല്ല നിയന്ത്രണം ഉണ്ടാ? ഈ ഇരിക്കണേ എന്നെ ഞാൻ 92 കിലോ ഉണ്ടായിരുന്നു, ഇപ്പൊ 82ആയി. എന്നെ കണ്ട ആളുകളൊക്കെ ചോദിച്ചു, ഉസ്താദ് ഭയങ്കര പ്രായം കുറവാണല്ലോ. ആർക്കും വിശ്വസിക്കാൻ പറ്റണില്ല. അധികം പ്രായമൊന്നുമില്ല. 10 കിലോ കുറഞ്ഞു. ഇപ്പോഴും ഡോക്ടർ എന്നോട് പറഞ്ഞ 2 കിലോ കൂടെ കുറയ്ക്കണമെന്ന്. ഹൈറ്റിന് വെച്ചിനി 2 കിലോ കൂടെ കുറയ്ക്കണം. നിങ്ങൾ 3-4 മണിക്കൂർ നിൽക്കണല്ലേ, ഭക്ഷണം കൺട്രോൾ ചെയ്യണമെന്നാ. പക്ഷെ അങ്ങനെ പറഞ്ഞ എന്റെ മുമ്പിൽ ഭക്ഷണം വന്നാൽ ഞാൻ കഴിക്കായിരിക്കും. അങ്ങനെയുള്ള എന്റെ മുമ്പിൽ അള്ളാഹനെ ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് വേണ്ടാന്ന് പറയൂ. ഭക്ഷണം മുമ്പിൽ വന്ന ഏതൊരാളും നന്നായിട്ട് കഴിക്കും. അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് കൂടുതലാ. 3 നേരം കഴിക്കുന്നവൻ ഭോഗി, 2 നേരം കഴിക്കുന്നവൻ രോഗി, 1 നേരം കഴിക്കുന്നവൻ യോഗി. ഞാനൊന്ന് ചോദിക്കട്ടെ, അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലിനോ സഹാബത്തിനോ ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഒന്ന് പറയും മനുഷ്യന്മാരെ. ഉണ്ടാ? ഇല്ല. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഏതൊരു സഹാബി ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചിട്ടുണ്ടോ? ഉണ്ടാ? ഒന്ന് ഉറക്കം പോട്ടെ. ഉണ്ടാ? ഇല്ല അല്ലേ? എന്നാ ഉണ്ട്. നിങ്ങളെ കൊണ്ട് ഇല്ല എന്ന് പറയിപ്പിച്ചിട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു ഓപ്പോസിറ്റ് തിയറിയാ. മരിച്ചിട്ടുണ്ട് ഒരു സഹാബി. എപ്പോഴാ? സഹോദരിമാരെ കഴിച്ചിട്ട് നന്നായിട്ട്. അത് ഭക്ഷണം കയറിയിട്ടല്ല, ഭക്ഷണം അല്ലാതെ ഉണ്ടായിട്ടില്ല. മരിച്ചു, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ചിന്തിക്കാൻ ഇസ്ലാം എന്നുള്ള കുറെ ചിന്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആന്റെ ആയത്ത് ഓതുകയാ. എന്തേ സഹോദരങ്ങളെ കൽബ് പടക്കുന്നില്ല? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅമറൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളെയും കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് നിങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊള്ളുക. നാളെ നരകത്തിൽ അല്ലാഹു തീ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മനുഷ്യരെയാ. അടുപ്പിലോട്ട് വിറക് കൊള്ളി കുത്തിക്കയറ്റുന്നത് പോലെ മനുഷ്യരുടെ തലമുടിയിൽ തീ പിടിപ്പിച്ചിട്ട് അല്ലാഹു നരകത്തിലോട്ട് വിറക് കൊള്ളികളെ പോലെ കുത്തിക്കയറ്റുമ്പോ സ്വന്തം മക്കളെ, സ്വന്തം ഭാര്യയെ, സ്വന്തം മാതാപിതാക്കളെ നരകത്തിന്റെ വിറക് കൊള്ളിയായി തീ കൊളുത്തുന്നത് നീ കാണേണ്ടി വരുമെന്ന് ആയത്തിറങ്ങിയപ്പോ ഈ ആയത്തോതേണ്ട താമസം സഹോദരങ്ങളെ ഒരു യുവാവായ സഹാബി ബോധരഹിതനായി താഴെ വീണു. ഹാർട്ട് അറ്റാക്ക് വന്ന് ഹൃദയ സ്തംഭനം വന്ന് താഴെ വീണു. താഴം മണ്ണിൽ കിടന്ന് പിടക്കുകയാണ്. അള്ളാന്റെ റസൂല് മിമ്പറിൽ നിന്നിറങ്ങി ആ സഹാബിയുടെ അടുക്കലോടി ചെന്നിട്ട് മണ്ണിൽ കിടന്ന് പിടക്കുന്ന സഹാബിയുടെ നെഞ്ചിലേക്ക് അള്ളാന്റെ റസൂല് തന്റെ റിസാലത്തിന്റെ കരങ്ങൾ
ആ സഹാബിയുടെ നെഞ്ചിലേക്ക് വെച്ച ഹാർട്ട് അറ്റാക്ക് അല്ലേ? ഹാർട്ടിലേക്ക് വെച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞ സഹാബി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. ആ സഹാബി നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു നബിയേ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സഹാബിയുടെ കൈയുടെ പിടുത്തമയഞ്ഞു. ഹാർട്ട് അറ്റാക്ക് വന്ന് നാളെ നരകത്തിൽ എന്റെ ഭാര്യ മക്കൾ എന്റെ മാതാപിതാക്കൾ കിടക്കുമെന്നായത്ത് വന്നപ്പോ അത് കേട്ടിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയൊരു സഹാബി അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് വഫാത്തായതപ്പെടാ അള്ളാഹ് പറയുകയാണ് നാളെ സഹോദരങ്ങളെ അഹമ്മദ് കബീർ ഞാൻ നിങ്ങളുമൊക്കെ നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ കത്തിക്കാളുന്ന നരകം നിൽക്കുമ്പോ അള്ളാഹ് പറയുകയാ യുബസ്സറൂനഹും യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി വസാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുവി. ആ സമയത്ത് കത്തിക്കാളുന്ന നരകം കാണുമ്പോ എന്റെ ശബ്ദം കേൾക്കാൻ ശാബ്ദ അൽമാരിഫ് സ്കൂൾ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദര സഹോദരി ഓത്തുകൊള്ളുക. കത്തിക്കാളുന്ന നരകത്തിലോട്ട് അല്ല നിന്നെ വലിച്ചെറിയാൻ പോകുമ്പോ ആഖിറത്തിലെ രണ്ട് കാഴ്ചകളാ പറയുക. ആ സമയത്ത് സ്വന്തം മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട തന്റെ മക്കളെ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ പറയും അല്ലാഹുവേ 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 എന്റെ ഈ പൊന്നുമക്കളെ ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയാം അല്ലാഹുവേ, എന്നാലും എന്നെ നീ നരകത്തിലിടല്ലേ അല്ലാ. അഹമ്മദ് കബീറിനായി അവസ്ഥ വരുന്നതെങ്കിൽ അല്ല കാക്കട്ടെ, അല്ല കാക്കട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് അല്ല തന്ന എന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്റെ പൊന്നുമക്കളാണ്. അല്ലാഹു ഒരു സാലിഹീങ്ങളാക്കി തരട്ടെ. എന്റെ 7 വയസ്സുകാരനെയും 4 വയസ്സുകാരനെയും 2 കയ്യിൽ പിടിച്ചിട്ട് കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ ഞാൻ പറയും അല്ലാഹുവേ എന്റെ ഈ 2 മക്കളെ ഞാൻ നരകത്തിൽ എറിഞ്ഞു തരാം, എന്നാലും നീ എന്നെ നരകത്തിൽ ഇടല്ലേ അല്ലാ. ഞാനല്ല, ഖുർആനാണ് സൂറത്തുൽ മആരിജ്. ഇത് അഹമ്മദ് കബീറിന്റെ സ്വന്തം വാക്യമല്ല. പ്രവാസികളെ മതിമറന്നു പോകരുതേ. പൊന്നു സഹോദരിമാരെ, ഈ മടിത്തട്ടിലിരുത്തിയ മക്കളെ, ഓടിച്ചാടി നടക്കുന്ന ഈ പൊന്നു കൺമണികളെ കയ്യിൽ തൂക്കി പിടിച്ചിട്ട് പറയും അല്ലാഹുവേ ഞാൻ എന്റെ കൈ കൊണ്ട് ഇട്ടു തരാം അല്ലാഹുവേ, എന്നാലും എന്നെ നീ നരകത്തിലിടല്ലേ അല്ലാ. തീർന്നില്ല തീർന്നില്ല. വസാഹിബത്തിഹി എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഞാൻ ഇട്ടു തരാം അല്ലാഹുവേ. എന്റെ എല്ലാ പ്രയാസത്തിലും ദുഃഖത്തിലും സാന്ത്വനമായ എനിക്ക് ഊന്നുവടിയായ എന്റെ ഭാര്യ ഞാൻ ഇവളെ ഇട്ടു തരാം അല്ലാഹുവേ, എന്നാലും എന്നെ നീ നരകത്തിലിടല്ലേ അല്ലാ. വഉമ്മിഹി ഉമ്മയെവിടെ, എന്റെ ഉമ്മയെവിടെ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഗസാലി പറഞ്ഞപ്പോ വിതുമ്പിയില്ലേ? ഞാനിത് പറഞ്ഞപ്പോ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ കരയാത്ത ഒരു സഹോദരങ്ങളില്ല. ഞാൻ കേട്ടതാണ്. കോട്ടക്കൽ ഞാൻ വന്നിന് പോയപ്പോ ഒരു ചെറുപ്പക്കാരന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ പ്രിയപ്പെട്ട ഉമ്മ എന്നുള്ള കാസറ്റ് കേട്ടപ്പോ വാതിൽ കേട്ടപ്പോ ബോധരഹിതനായി പാറപ്പുറത്ത് വീണുപോയ ആളാ ഞാൻ. ആ സദസ്സിന് പ്രിയപ്പെട്ട ഉമ്മയുടെ 1-ാം ഭാഗം പറയുമ്പോ കേട്ടിട്ട് തളർന്ന് പാറയുടെ മുകളിൽ വീണ ചെറുപ്പക്കാര് നിരവധിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണ് നിറഞ്ഞില്ലേ? ഞാൻ മരണസമയത്ത് ഉമ്മയുടെ കരച്ചിൽ പറഞ്ഞപ്പോ കരയാത്തൊരു മക്കൾ ഇവിടെ ഇല്ലല്ലോ. എന്നാ നിങ്ങൾ ഉമ്മയുടെ 2-ാം ഭാഗം കേട്ടോ സഹോദരങ്ങളെ? നമ്മളെ നൊന്ത് പ്രസവിച്ച ഉമ്മ, കരഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞ ഉമ്മ, കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മ, ഉറക്കം വളച്ച ഉമ്മ, ആ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് പറയും അല്ലാഹുവേ എന്റെ ഉമ്മയെ ഞാൻ നരകത്തിലിട്ട് തരാം, എന്നാലും നരകത്തിൽ എന്നെ ഇടല്ലേ അല്ലാ. ഭയാനകരമാണ്, ഭയാനകരമാണ്. അല്ലാഹുവേ എന്റെ ഉമ്മയെ ഞാൻ നരകത്തിലിട്ട് തരാം, എന്നാലും നീ എന്നെ അതിലേക്കിടല്ലേ തമ്പുരാനെ. അല്ല പറഞ്ഞു ഇല്ലടാ, നരകത്തിന്റെ മുമ്പിൽ ഇനി ഒരു വലിയൊരു നല്ല കാഴ്ചയുണ്ട്. അല്ല പറയും കല്ലാ ഇന്നഹാലലാ നസാഅത്തൻ ലിശ്ശവാ. നീ
വിചാരിച്ചതുപോലെയല്ല കാര്യം. നിന്നെയാണ് കത്തിക്കാളുന്ന നരകത്തിലെറിയുക. ഉമ്മയെ പോലും നാളെ കൈവിടുന്ന ദിവസം നരകത്തിന്റെ മുമ്പിലാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ കോഴിയുടെ പേര്? ശവായി കോഴിയല്ലേ? ശവായി കോഴിയല്ലേ? തീരുവ ആ തവാഫിയണ കോഴി, ഇങ്ങനെ കറങ്ങണ കോഴി ശവായി അല്ലേ? അല്ല പറയുകയാണെടാ, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു വ്യാഴാഴ്ച രാത്രി എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി എവിടെയെങ്കിലും ഒക്കെ പോയി ലെബനാൻ റെസ്റ്റോറന്റിലോ ഗൾഫ് റെസ്റ്റോറന്റിലോ ഇരുന്ന് ശവായി കോഴി ഇങ്ങനെ കടിച്ചു പറിക്കുമ്പോ ഓർക്കണം, അല്ല പറയുകയാണ്, ഈ കോഴിയെ തീയിൽ വെച്ച് ചുട്ടെടുത്തതുപോലെ നിന്നെ ഞാൻ നരകത്തിൽ ചുട്ടെടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ശവായ് എന്ന പദം ഖുർആന്റെ പദം. ചിക്കൻ ശവായ് ഈ തീര് വെച്ചിട്ട് ഇതിന്റെ തോലുരിയില്ലേ? ഞാൻ പഠിപ്പിച്ചറിഞ്ഞ ഇപ്പൊ അതൊക്കെ അതിന്റെ തോലുരിയില്ലേ? ഊരിഞ്ഞിട്ടല്ലേ ഇത് ചൂടാക്കണേ? നാളെ നരകത്തിൽ ഒരു മനുഷ്യനെ ഇടുമ്പോ ആദ്യം അവന്റെ തൊലി ഞാൻ ഉരിഞ്ഞു മാറ്റും എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഖുർആൻ പറയാത്തത് എന്താണുള്ളത്? ഈ ശവായി കോടിയെ പോലെ തൊലി ഉരിഞ്ഞിട്ട് നിന്നെ ഞാൻ കത്തിക്കരിച്ച് ചാമ്പലാക്കുമെടാ എന്ന അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ സഹോദരങ്ങളെ വേറൊരു കാഴ്ച ഖുർആൻ പറയുന്നുണ്ട്. ഇത് നരകത്തിന്റെ അവസ്ഥ, ഇത് പരലോകത്തിന്റെ അവസ്ഥ. ആ അവസ്ഥയിലാണ് അല്ലാഹു നമ്മളോട് പറയുക. പക്ഷേ വേറൊരവസ്ഥയുണ്ട് സഹോദരങ്ങളെ. സ്വർഗത്തിന്റെ കവാടം തുറന്നു. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു ഭാഗത്ത് ഉമ്മയെ നരകത്തിലോട്ട് പണയം വെക്കുന്ന മക്കൾ, മറുഭാഗത്ത് ഉമ്മ സ്വർഗത്തിൽ ഉണ്ടാവോ? സ്വർഗത്തിലെ സ്വർണ്ണക്കെട്ടിൽ പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പായുമേ പറയണ്ട. സ്വർഗത്തിലെ കട്ടിലിൽ കയറി ഇരുന്നിട്ട് എവിടെ പോണോന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി. അപ്പൊ അവിടെ ആ കട്ടിലിരിക്കുമ്പോ വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയതുഹും ബീമാനിൻ അൽഹഖനാ ബിഹിം ദുർരിയതുഹും വമാ ലതനാഹും മിൻ അമലിഹിം മിൻ ഷൈ കുല്ലു ഇംരിഇൻ ബിമാ കസബ റഹീൻ. അല്ലാഹ് പറയുകയാണ് വല്ലദീന ആമനു. ശ്രദ്ധിച്ചു കേൾക്കി, ആയത്ത് ഖുർആനാണ്. വല്ലദീന ആമനു, ഈമാനുള്ളവർ, വത്തബഅതുഹും ദുർരിയതുഹും, ആ മാതാപിതാക്കൾ ജീവിച്ചതുപോലെ ജീവിച്ച അവരുടെ മക്കൾ, മാതാപിതാക്കളും മക്കളും, ഉമ്മയും മക്കളും, വാപ്പയും മക്കളും സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട സ്വർണ്ണക്കട്ടിലിൽ സ്വർഗത്തിൽ ചാരിയിരിക്കുമത്രേ. അപ്പോ മറ്റുള്ള ആളുകൾ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ കുടുംബസമേത സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയത്? അല്ലാഹുവേ, നിങ്ങൾ ഞങ്ങൾക്ക് ആ തൗഫീക്ക് നൽകണേ അല്ലാഹുവേ. ഒരു കൊച്ചുകൂര, അവിടെ ഒരു ഭാര്യ, മക്കൾ, ഒരു ഉമ്മ, ഇവരുമായിട്ട് ഒന്നിച്ച് കിടക്കുമ്പോ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഉമ്മ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ എന്ത് സുഖമാണുള്ളത്? നാളെ നമ്മൾ സ്വർഗത്തിൽ അല്ലാഹു എത്തിയാൽ അല്ലാഹു എത്തിച്ചു തരട്ടെ. എന്റെ ഉമ്മ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്റെ സ്വർഗത്തിന് എന്ത് സുഖമാണുള്ളത്? നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, നമ്മുടെ മക്കള് നമ്മുടെ ചാരത്തില്ലെങ്കിൽ, സഹോദരങ്ങളെ ഈ ദുനിയാവിലെ കഷ്ടപ്പാടിന് എന്ത് അർത്ഥമാണുള്ളത്? ഭാര്യയും മക്കളെയും ഫാമിലി വിസ എടുത്ത് കൊണ്ടുവരുന്നത് എന്തിനാ? കാണാതിരിക്കാൻ കഴിയില്ല. ഖാലിദീന ഫീഹാ അബദാ. നാളെ കാലാകാലം സ്വർഗത്തിലല്ലേ. ആ സമയത്ത് എന്റെ ഭാര്യ എവിടെ? എന്റെ മക്കളെവിടെ? എന്റെ ഉമ്മ എവിടെ? അവരില്ലെങ്കിൽ പിന്നെ ഞാനില്ലെങ്കിൽ എന്താ അർത്ഥമുള്ളത്? ഉമ്മ തേടുന്നു, എന്റെ പൊന്നുമക്കളെവിടെ? ഞാൻ ഈ സദസ്സിന്റെ അവസാനം ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, കുടുംബസമേത സ്വർഗത്തിലെത്തുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ.
ഭാര്യയോടൊത്ത് നമ്മുടെ ഉമ്മയെ കെട്ടിപ്പിടിച്ചുമ്മ, ഇനി നമുക്ക് കഷ്ടപ്പാടില്ലല്ലോ, ഇനി നമുക്ക് ദുഃഖങ്ങളില്ലല്ലോ, ഇനി നമുക്ക് പ്രയാസങ്ങളില്ലല്ലോ, ഇനി അള്ള തരുന്നതും കഴിച്ച് നമുക്ക് കാലാകാലം ജീവിച്ചാൽ പോരെയോ? ഭാര്യയോട് പറയാൻ കഴിയണ്ടേ? അള്ളാഹു അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാരാക്കി തരട്ടെ. പെങ്ങളെ എങ്ങനെയാവണം, എങ്ങനെയാവണം, എങ്ങനെയാവണം? മറ്റുള്ള ആളുകൾ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ കുടുംബസമേതം സ്വർഗത്തിലായത്? ഖുർആൻ സൂറത്ത് തൂർ, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. മറ്റുള്ള ആളുകൾ വന്നിട്ട് ചോദിക്കും, ഓ നിങ്ങൾ ദുബൈയില് ഫാമിലി ആയിട്ട് താമസിച്ചതുപോലെ സ്വർഗത്തില്, നിങ്ങളെ നാട്ടിലുള്ള ഉണ്ടായിരുന്ന എല്ലാരും സ്വർഗത്തിലുണ്ടല്ലോ. ആ സ്വർണ്ണക്കട്ടിലെ ഒരറ്റത്ത് വാപ്പയും ഉമ്മയും, മറുഭാഗത്ത് മക്കള്, ഭാര്യ കെട്ടിപ്പിടിച്ചിങ്ങനെ സ്വറ പറഞ്ഞിരിക്കും. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ആ തൗഫീക്ക് നൽകണേ അല്ലാ, നീ ആ തൗഫീക്ക് നൽകണേ അല്ലാ, നീ ആ തൗഫീക്ക് നൽകണേ അല്ലാഹുവേ. അപ്പൊ ആളുകൾ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം മറ്റുള്ളവർ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ കുടുംബസമേതം സ്വർഗത്തിലാക്കിയത്? അല്ലാഹു നമ്മളെ ഇതേപോലെ കുടുംബത്തെ സ്വർഗത്തിലാക്കട്ടെ. ഇടുക്കി ജില്ലക്കാരനായ ഞാൻ, ഇടുക്കി ജില്ലക്കാരൻ, ഇപ്പൊ കൊല്ലം ജില്ലയിലാണെങ്കിലും തൃശ്ശൂരും കണ്ണൂരും ഒക്കെ ഉള്ള നമ്മളൊക്കെ ഈ ഒരു കൊച്ചു ഹാളിൽ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരട്ടെ. ഇന്ന് ഇവിടെ നിന്ന് സലാം പറഞ്ഞിട്ട് ഇനി കാണാൻ പറ്റിയില്ലെങ്കിൽ അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ കാണാൻ തൗഫീക്ക് നൽകട്ടെ, കാണാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആളുകൾ ചോദിക്കുന്നത്, എന്താടാപ്പ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കുടുംബസമേത സ്വർഗത്തിലായത്? അപ്പൊ അവര് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, ഖുർആൻ സൂറത്ത് തൂർ, അത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കും. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ ദുആ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യൂട്യൂബിലൊക്കെ നിങ്ങൾ കാണുന്നത് പോലെ അൽഹംദുലില്ലാ 10-17 വർഷമായി സന്താനങ്ങളില്ലാത്തവർ നമ്മുടെ സദസ്സിലെ ദുആ കൊണ്ട് അല്ലാഹു നൽകി. എല്ലാ ഡോക്ടർമാരും, സിദ്ദീഖിനറിയാം, ഞാൻ അവിടെ ആനമങ്ങാട് പ്രസംഗിക്കുമ്പോൾ 10 വർഷമായി കുട്ടികളിൽ. കോഴിക്കോട് ഹോസ്പിറ്റലിൽ 4 ലക്ഷം രൂപ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞ മെഡിസിൻ ഇല്ല, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല. അവിടെ വെച്ച് നമ്മുടെ സദക്കയിൽ പങ്കാളികളായതാ. അൽഹംദുലില്ലാ, ഞാൻ ഇപ്പൊ ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിന് പോകുമ്പോ ഭാര്യയും ഭർത്താവിനെ കാണാൻ, ഉസ്താദെ ഭാര്യ ഗർഭിണിയാണ്. 100 കണക്കിന് ആളുകൾ, മാരകമായ ക്യാൻസർ വന്ന ഡോക്ടർമാര് കൈയൊഴിഞ്ഞത് മുഴുവനും അൽഹംദുലില്ലാ നമ്മുടെ സദസ്സിന്റെ ഉള്ളിൽ 10,000 കണക്കിന് ആളുകൾ, എത്രയെത്ര ആളുകൾ. ഞാൻ മലപ്പുറത്ത് എന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന സിദ്ദീഖാണ്. എല്ലാവരും സിദ്ദീഖിന്റെ അടുക്കലാ വരും. ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കൂല, ഞാൻ മടിയന്. ദുആ ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതല്ലാതെ എന്താ സഹോദരങ്ങൾ, ഒന്നുമില്ല. ഡോക്ടർമാര് കൈയൊടിഞ്ഞതൊക്കെ, ഡോക്ടർമാര് കൈയൊടിഞ്ഞതൊക്കെ അവരോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ കുടുംബസമേതം സ്വർഗത്തിലായത്? അവര് പറയും, ഖാലൂ ഇന്നാ കുന്നാ ഖബലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ, ഞങ്ങള് ഭൂമിയിൽ താമസിക്കുമ്പോ പരസ്പര സ്നേഹത്തോടെ ജീവിച്ചവരായിരുന്നു കുടുംബത്തിന്റെ ഉള്ളിൽ. കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങള് ഭൂമിയിൽ താമസിക്കുമ്പോ ഞങ്ങളുടെ കുടുംബത്തിൽ വാപ്പയും മക്കളും തമ്മിൽ പ്രശ്നമില്ല, ഉമ്മയും ഞങ്ങളും തമ്മിൽ പ്രശ്നമില്ല, ഭാര്യയും ഞങ്ങളും തമ്മിൽ പ്രശ്നമില്ല. ഞങ്ങൾ ഈ ദുനിയാവിൽ സ്നേഹത്തോടെ താമസിച്ചവരാണ് എന്നവര് മറുപടി പറയുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ മക്കളെ നമ്മുടെ ചാരത്ത് കാണണ്ടേ? ഖത്തറിലെ ഒരു പ്രിയപ്പെട്ട കുടുംബം ഇബ്രാഹിം കുട്ടി സാഹിബ്, അദ്ദേഹത്തിന്റെ ഭാര്യ എന്നോട്, മക്കൾക്ക് ഇപ്പോഴും കല്യാണമൊക്കെ കഴിഞ്ഞു, മക്കള് 2, ഇപ്പോഴും ഭാര്യ കൊടുക്കുക. ഉമ്മ എന്ന് പറയുന്ന ഒരു ബന്ധം, അത് മാറിടത്തിന്ന് പൊക്കിൽ കൊടിന്ന് വിട്ടുപോകാത്തൊരു ബന്ധം. അള്ളാഹു മക്കളെ സാലിഹ്യങ്ങളാക്കി കൊടുക്കുക. സാലിഹായ സന്താനത്തെ അവർക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കും. അവര് പറയും, ഞങ്ങൾ ആരാ? സഹോദരിമാരെ, ഞങ്ങൾ ഭൂമിയിൽ ജീവിച്ചപ്പോ സ്നേഹത്തോടെ കരുണയോടെ ജീവിച്ചവരാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ. അലി റളിയല്ലാഹു തആല അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഭാര്യ മരിച്ചു, ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായി, ഖബറടക്കി. അലി റളിയല്ലാഹു അൻഹു തിരിച്ചു തന്റെ കിടപ്പറയിൽ വന്നു. ഇന്നലെ എന്റെ കിടപ്പറ പങ്കിട്ടവളെ, ഇന്നലെ എന്റെ ചാരത്ത് കിടന്നവളെ, നീ ഇന്നാരടി മണ്ണിന്റെ ഉള്ളിലാണല്ലോ കിടന്നിട്ട് ഉറക്കം വരാടെ ഖബറിൽ കിടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുക്കലെത്തി. ഖബറിനോട് നോക്കിയിട്ട് അലി റളിയല്ലാഹു അൻഹു പാടിയത്രേ, മലി മറർത്തു അലൽ ഖുബൂരി മുസല്ലിമ ഖബറൽ ഹബീബി ഫലം റദ്ദ ജവാബി യാ ഖബറു മാലകി ലാ തുജീബു മുനാദിയ
അംലൽത ബഅദി ഖുല്ലത്തൽ അഹ്ബാബി. ഫാത്തിമ, എന്റെ ഫാത്തിമ, നീ ഖബറിന്റെ ഉള്ളിലല്ലേ പെണ്ണെ? ഞാൻ സലാം പറഞ്ഞിട്ട് നീ മടക്കാത്തതെന്താ? മടക്കില്ലെന്നറിയാം, മരിച്ചെന്നറിയാം. എന്നിട്ടും മരിച്ചിട്ട് മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോ ഭാര്യയുടെ മണ്ണറയിൽ വന്ന് സലാം പറഞ്ഞ ഒരു ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ, നീ എന്നോട് സലാം മടക്കാത്തതെന്താ? ഈ ഒരു സ്നേഹം അള്ളാഹു ജീവിതത്തിൽ നൽകട്ടെ. ഭാര്യ മരിച്ചാലും മനസ്സിൽ നിന്ന് മരിക്കരുത് പെങ്ങളെ, മരിക്കരുത് ഭർത്താക്കന്മാരെ. എന്നിട്ട് ഖബറിനോട് ചോദിച്ചു, മണ്ണേ, എന്റെ ഫാത്തിമ സലാം അടക്കിയില്ലെങ്കിലും മണ്ണേ, നീ എന്നോട് എന്തേ ഫാത്തിമയുടെ വിശേഷം പറയുന്നില്ല? യാ ഖബറു മാലകി ലാ തുജീബു മുനാദിയാ അംലൽത ബഅദി ഖുല്ലത്തൽ അഹ്ബാബി. മണ്ണേ, മരിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഫാത്തിമയുടെ വിശേഷം നീയും മറന്നുപോയോ? മരിച്ചു ഭാര്യ ഖബറിന്റെ അടിയിൽ കിടക്കുമ്പോ മണ്ണിനോട് വന്ന് സലാം പറഞ്ഞ് വിശേഷം ചോദിച്ചു പൊട്ടിക്കരഞ്ഞ ഭർത്താവ് ഉമ്മയുടെ ഖബറിന്റെ ചാരത്ത് വന്ന് ഉമ്മ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ആ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മകന്. ഇവരൊക്കെയാണ് നാളെ സ്വർഗത്തിന്റെ ഏറ്റവും നല്ല സ്വർണ്ണക്കട്ടിലിൽ അവിടുത്തെ മണിമാളികയിൽ ഒന്നിച്ചു കൂടുന്നവരെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ അങ്ങനെയാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് വളർത്തിക്കൊണ്ടുവന്ന്, എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, പ്രവാസികളോട് എനിക്കൊരു കാര്യം പറയാറുണ്ട്. പല പ്രവാസികളും പറയാറുണ്ട്, ഉസ്താദേ, ഉമ്മ കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുവന്നു, അന്ന് ഉമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് പ്രവാസ മണ്ണിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കയ്യിലായപ്പോ ഉമ്മ മരിച്ചുപോയി. ഇനി ഉമ്മയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യുക? ഇന്ന് എന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. ഏറ്റവും കൂടുതൽ ഗൾഫുകാര് പറയുന്നൊരു സങ്കടമാണിത്. ഇന്ന് എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ എന്റെ കയ്യിലുള്ളപ്പോ എന്റെ ഉമ്മ എന്റെ കൂടെയില്ല, അവര് വഫാത്തായി പോയി. സഹോദരങ്ങളെ, ചെയ്യാൻ കഴിയണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ പ്രയാസങ്ങളും എത്രയോ കടങ്ങളും എത്രയോ ബാധ്യതകളും ഈ പ്രവാസ മണ്ണിൽ പ്രതിസന്ധിയിൽ കിടക്കുമ്പോ ആയിരക്കണക്കിന് ആളുകൾ ഉസ്താദേ ദുആയില് മറക്കരുതെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 15 വർഷമായി ബാക്കവി വഅദ് തുടങ്ങിയിട്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള സദസ്സുകളിൽ 10-30,000-ത്തിലധികം ആളുകൾ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഞാനിപ്പോ തൃശ്ശൂർ ജില്ലയുടെ പരിപാടിയാണ് നടക്കുക. ചാവക്കാടന്റെ സുഹൃത്തുക്കൾ പങ്കെടുക്കുന്ന പരിപാടിയുണ്ട്. ഞാൻ കൊല്ലത്ത് വഅദിന് കയറാൻ പോവുകയാണ്. വ്യാഴാഴ്ച വൈകുന്നേരം അകലാടുള്ള ഒരു സഹോദരൻ, മുനീർ എന്ന സഹോദരൻ എന്നെ വിളിച്ചു, ഉസ്താദേ, ഉമ്മയ്ക്ക് പെട്ടെന്ന് തലയിലൊരു വേദന, വല്ലാതെ ബോധരഹിതയായി, നിലവിളിക്കുന്നു, ബോധരഹിതയായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർമാര് പറഞ്ഞു, ഒരു ദിവസത്തിൽ കൂടുതലിന് ഉമ്മയ്ക്ക് ആയുസില്ല. ഉസ്താദേ, എന്റെ ഉമ്മ അതീവ ഗുരുതര നിലയിലാണ്, തലയിലൊരു മാരകമായ രോഗം. തൃശ്ശൂർ അശ്വനി ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ പറഞ്ഞു, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, 20% പോലും സാധ്യതയില്ല. ഉസ്താദേ, ദുആ ചെയ്യണേ. ഉസ്താദിന്റെ സദസ്സിലേക്ക് ഒരു 6666 രൂപ, വിശുദ്ധമായ ഖുർആൻ 6666 ആയത്തുകളുണ്ട്. എത്രയോ സഹോദരങ്ങളാണ്. ഇന്നലെ ഞാൻ ഇവിടെ വരുമ്പോ ഒരു സഹോദരൻ ആഗ്രഹത്തിന് വേണ്ടി ആ സദക്ക എന്നെ ഏൽപ്പിച്ചു. അള്ളാഹു ആ പ്രയാസങ്ങൾ ആ സഹോദരന് മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഉസ്താദേ, പാസ്പോർട്ട് പോലീസ് പിടിച്ചു വച്ചിരിക്കുകയാണ്. എന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എന്റെ ഉമ്മയുടെ ഉപ്പയുടെ മയ്യത്ത് കാണാൻ പോലും എനിക്ക് കഴിയില്ല. പൊട്ടിക്കരഞ്ഞ ഒരു ചെറുപ്പക്കാരനുണ്ട്. അള്ളാഹുവേ, ആ കേസിൽ നിന്ന് ഒഴിവാക്കി നിരപരാധിയായ ചെറുപ്പക്കാരന് നീ അത് തിരിച്ചു നൽകണേ തമ്പുരാനെ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ അള്ളാഹുവേ. ഞാൻ പറഞ്ഞു, മോനെ, ഒന്നുമിണ്ടാവില്ല, ദുആ ചെയ്യാം. ആ സദസ്സിൽ സലാത്ത് ചൊല്ലി ദുആ ചെയ്തു. തൃശ്ശൂർ അശ്വിനി ഹോസ്പിറ്റൽ ഡോക്ടർ പിറ്റേ ദിവസം 9 മണിക്ക് ഓപ്പറേഷൻ തുടങ്ങി. വൈകുന്നേരം 4 മണി വരെ. 4 മണി കഴിഞ്ഞപ്പോ തല കീറിക്കടിഞ്ഞ് ഓപ്പറേഷൻ നടത്തി. ഒരൊറ്റ മാസമായിട്ടില്ല. ഡോക്ടർ പറഞ്ഞു 10 ദിവസം വെന്റിലേറ്ററിൽ കിടക്കണം, എന്നിട്ടേ എന്തെങ്കിലും പറയാൻ കഴിയൂ. ഒരു രോഗി വെന്റിലേറ്ററിലായി എന്ന് പറഞ്ഞാൽ 95% അയാൾ മരിച്ചു എന്നാണ്. വെന്റിലേറ്ററിൽ പോയവര് തിരിച്ചു തന്നത് വളരെ വിരളമാണ്. സഹോദരങ്ങളെ, അന്ന് രാത്രിയാണ് സലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു,
നിങ്ങളുടെ ഉമ്മ കാലനക്കാൻ തുടങ്ങി. ഒരൽപ്പം പാല് ചുണ്ടിലൊടിച്ചു കൊടുത്തു, കുടിച്ചിറക്കി. ഡോക്ടർ പറഞ്ഞ് 200-ലധികം തൃശ്ശൂർ അശ്വിനി ഹോസ്പിറ്റലിലാണ്, എല്ലാവർക്കും അറിയാം. നിങ്ങൾ തൃശ്ശൂർ ജില്ലക്കാരാണ്. 200-ലധികം ഓപ്പറേഷൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ആദ്യമാണ് 10 ദിവസം വെന്റിലേറ്ററിൽ കഴിയണമെന്ന് പറഞ്ഞ രോഗി പിറ്റേ ദിവസം കാലനയ്ക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്നത്. എത്രയോ വർഷങ്ങളായി മക്കളില്ലാത്തവർ അള്ളാഹു നൽകിയത് ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഷാർജയിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടുകയാണ്. എല്ലാ സദസ്സിലും ഓരോ രാത്രിയിലും 10-20,000-ലധികം ആളുകൾ ഒരേ സമയത്ത് ആമീൻ പറയും. ഏതാണ്ട് 30,000-ലധികം ആളുകൾ ഈ സദക്കയിൽ പങ്കാളികളായിട്ടുണ്ട്. അത് നടക്കാനുള്ള കാരണം അഹമ്മദ് കബീർ വലിയ ആളായിട്ടല്ല, ഞാനൊരു പാവ സാധു മനുഷ്യൻ. പക്ഷേ നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങുമ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ സദക്ക നൽകിയിട്ടുണ്ട്. സഹോദരന് നടുവേദന വന്നു, ചികിത്സിച്ചിട്ട് മാറിയില്ല. കേരളത്തിൽ വന്നപ്പോ സദസ്സിൽ 6,666 രൂപ സദക്ക ചെയ്തു. അദ്ദേഹത്തിന്റെ ആ രോഗം മാറി, പൂർണ്ണ ആരോഗ്യവാനായി. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിരിപ്പുണ്ട്. അല്ലേ ഷാജു? എല്ലാ സദസ്സിലും വരുവാണ്. നടുവേദന വന്നിട്ട് ആ സദക്ക ചെയ്തു മാറി. ഇതാ അനുഭവസ്ഥന. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. അർഹമർ റഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഭാവി ജീവിതം പാപരഹിതമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ എന്തെങ്കിലും പാപങ്ങൾ വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ വിശാലമായ ഔദാര്യം കൊണ്ട് പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, നീ ഏത് കാട്ടാളനും മാപ്പ് കൊടുത്തവനാണ് അല്ലാഹുവേ. വഹിഷിക്ക് മാപ്പ് കൊടുത്ത തമ്പുരാനെ, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, നിന്റെ നല്ല അടിമകളായി മരണം വരെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ, അതിൽ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, സഹോദരന്മാരുണ്ട്, ഞങ്ങളെ സഹായിച്ചവരും സഹകരിച്ചവരുമുണ്ട്. അള്ളാഹുവിന്റെ ഖബറിൽ എന്തെങ്കിലും ശിക്ഷ അനുഭവിക്കുന്നെങ്കിൽ പടച്ചവനെ, നിന്റെ വിശാലമായ ഔദാര്യം കൊണ്ടത് മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ, മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ, മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഈ നിൽക്കുന്ന ധാരാളം പേരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. കഷ്ടപ്പെട്ട് വളർത്തി അല്ലാഹുവേ ഇവിടം വരെ എത്തിച്ച് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാനൊരവസ്ഥ എത്തിയപ്പോ അല്ലാഹുവേ, ഇന്നവർ ആരുടെ മണ്ണിന്റെ ഉള്ളിലേക്ക് പോയി. പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ സദക്കകളുടെ പ്രതിഫലം അവരെ കബറിടത്തിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ, എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ, പരലോക ജീവിതം നീ സുഖത്തിലാക്കണേ അല്ലാഹ്, സുഖത്തിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ധാരാളം സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ട്. അവരെ ജീവിതത്തിൽ നീ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ സദക്ക നൽകിയവരുണ്ട്. അവരെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് നീ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, സഹോദരന്റെ 2 കിഡ്നി നഷ്ടപ്പെട്ട് ദുആ ചെയ്യാൻ തന്നിട്ടുണ്ട് നസീർ എന്ന സഹോദരൻ. നീ പൂർണ്ണമായി അതിന് ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, എല്ലാവിധ ബറക്കത്തിനു വേണ്ടി ദുആ ചെയ്യാൻ എത്രയെത്രയോ സഹോദരങ്ങൾ ഉമ്മയ്ക്ക് ഓപ്പറേഷനാണ് ദുആ ചെയ്യാൻ നൽകിയിട്ടുണ്ട്. നീ അതെല്ലാം ശിവയാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. മുണ്ടുമുറുക്കി ഉടുത്ത് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്താൻ വേണ്ടി അവര് ജീവിതത്തിന്റെ സുഖം വേണ്ടെന്ന് വെച്ചു. പടച്ചവനെ, ഇന്ന് ഞങ്ങൾ എവിടെയെങ്കിലും ഒരറ്റത്തെത്തുമ്പോ അവരിന്ന് രോഗത്തിന്റെ പിടിയിലാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ രോഗം ശിഫയാക്കണേ അല്ലാഹ്. മക്കളെ, വേദന സഹിക്കാൻ കഴിയില്ലെന്ന് ഉമ്മ പറയുമ്പോ അത് കേട്ടിട്ട് നെഞ്ച് തകരുകയാണ്. അല്ലാഹുവേ,
പടച്ചവനെ ഞങ്ങളുടെ കൺമുമ്പിൽ അവരെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹുവേ. ഒരു രോഗങ്ങളും അവർക്ക് നൽകല്ലേ അല്ലാ, ഒരു പ്രയാസങ്ങളും നൽകല്ലേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. പടച്ചവനെ നാളെ ഹാഫിളീങ്ങളുടെ മാതാപിതാക്കൾക്ക് നാളെ സ്വർഗത്തിൽ കനക കിരീടം നൽകുമ്പോ ഈ പാവപ്പെട്ടവന്റെ ഉമ്മയ്ക്ക് നീ അത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവര് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം തികയില്ല അല്ലാഹുവേ. ഞങ്ങളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞാലും അവര് ചെയ്ത ത്യാഗങ്ങൾക്ക് പകരമാവില്ല അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. രോഗികളായി കഴിയുന്നവർക്ക് ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ഓപ്പറേഷനും മറ്റു രോഗങ്ങൾക്കും വിധേയരാകുന്നവർ നീ അതെല്ലാം പൂർണ്ണ ശമനം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹാത്തുകളാക്കണേ അല്ലാ. പടച്ചവനെ ഈ ദുനിയാവിലൊരു കൊച്ചുകൂരയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് സ്നേഹിച്ചു കൊതി തീരുന്നതിന് മുമ്പേ, ജീവിച്ചു കൊതി തീരുന്നതിന് മുമ്പേ പൊടുന്നനെയുള്ള മരണങ്ങൾ കൊണ്ട് വിട്ടുപിരിപ്പിക്കല്ലേ അല്ലാ, വിട്ടുപിരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളിൽ ഒരാൾ ഒറ്റപ്പെട്ടു പോയാ ഞങ്ങൾ എങ്ങനെ സഹിക്കും റബ്ബേ. പടച്ചവനെ നീ വിട്ടുപിരിപ്പിക്കല്ലേ തമ്പുരാനെ. അങ്ങനെ എങ്ങാനും നിന്റെ ഖലായിലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പിരിഞ്ഞാലും സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പടച്ചവനെ നീ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങളുടെ പൊന്നുമക്കളാണ് അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കി തരണേ അല്ലാ, സൽസ്വഭാവികളാക്കി തരണേ അല്ലാ, ഹാഫിളീങ്ങളാക്കി തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് വേണ്ടിയാണ്. ഈ പ്രിയപ്പെട്ട സഹോദരിമാര് കയ്യിൽ താങ്ങി വന്ന പൊന്നുമക്കൾ വളർത്തുന്നത് ഒരു വലിയ പ്രതീക്ഷയോടെയാണ് അല്ലാഹുവേ. പടച്ചവനെ വളർന്നു വരുമ്പോ ഞങ്ങളുടെ മക്കൾ കാരണത്താൽ അപമാനപ്പെടേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, അല്ലാഹുവേ, ഈ പാവപ്പെട്ട പ്രവാസികൾ ഈ മണ്ണിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ അവരുടെ മക്കള് നാട്ടിലാണ്. പടച്ചവനെ പിശാചുക്കളുടെ നടുവിലാണ് അവരുടെ മക്കള് ജീവിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോ മക്കള് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. ഈ പാവങ്ങളുടെ മക്കളെ നീ വഴിതെറ്റിക്കല്ലേ അല്ലാ, വഴിപടപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ കാത്തോളണേ അല്ലാ. മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോ ഈ പാവപ്പെട്ട പ്രവാസികളെ നീ മക്കളെ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. പഠിക്കുന്ന മക്കളുണ്ട്, നീ ബുദ്ധിശക്തി നൽകണേ അല്ലാ. നാളെ പരീക്ഷ എഴുതുന്ന മക്കളുണ്ട്, നീ ഉന്നത വിജയം നൽകണേ അല്ലാ. പടച്ചവനെ ഈ ഗൾഫിന്റെ മണലാരണ്യത്തിൽ കിടന്ന് 1000 പ്രയാസങ്ങളും മനസ്സിലൊതുക്കി മുഖത്ത് പുഞ്ചിരിയുമായി നിൽക്കുന്ന ഗൾഫുകാരൻ, പടച്ചവനെ കച്ചവടം നടത്തുന്നവരുടെ കച്ചവട സ്ഥാപനത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ. ഉസ്താദേ വലിയ നഷ്ടത്തിലാന്ന് ആവലാതി പറഞ്ഞവരുണ്ട്, നീ അത് നികത്തി കൊടുക്കണേ അല്ലാ. പടച്ചവനെ ജോലി ചെയ്യുന്നവരുണ്ട്, ആഫിയത്ത് നൽകണേ അല്ലാ. വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടൊരു ജോലിക്ക് വേണ്ടി അലയുന്നവരുണ്ട്, നീ ഹലാലായ വരുമാനത്തിന്റെ ജോലി നൽകണേ അല്ലാ. പടച്ചവനെ ജോലിയിൽ കഷ്ടപ്പെട്ട് ഉറങ്ങാൻ പോലും സമയമില്ലാത്ത പാവങ്ങളുണ്ട്, നീ അവർക്കൊക്കെ ഒരു നല്ല അവസ്ഥ നൽകണേ തമ്പുരാനെ, നല്ല അവസ്ഥ നൽകണേ തമ്പുരാനെ. പടച്ചവനെ പാസ്പോർട്ട് കുടുങ്ങിയിട്ട് നാട്ടിൽ പോകാൻ കഴിയാത്തവരുണ്ട്, നീ അതിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. അതെത്രയും പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. നിരപരാധികളായി ജയിലിൽ കഴിയുന്നവരുണ്ട്, നീ അവർക്കൊക്കെ മോചനം നൽകണേ അല്ലാ. ഈ ഗൾഫിന്റെ ജയിലിൽ നിരപരാധികൾ പലരുമുണ്ട്, പടച്ചവനെ നീ അവർക്കൊക്കെ എല്ലാവിധ മോചനവും നൽകണേ അല്ലാ. പടച്ചവനെ ഒരു വീട് പോയി വെക്കാൻ ആഗ്രഹമുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞവരുണ്ട്, ഒരു കടപ്പാടം നീ കൊടുക്കണേ റബ്ബേ. ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, നീ ഒരു സ്വന്തമായി തലചായ്ക്കാൻ ഒരിടം കൊടുക്കണേ അല്ലാ. പടച്ചവനെ 26 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ഇന്നലെ മരണപ്പെട്ടു പോയി, ശരീഫ് എന്ന ചെറുപ്പക്കാരൻ. അല്ലാഹുവേ നാട്ടില് ഉമ്മയെ കാണാതെ ഉപ്പയെ കാണാതെ കടലിന്റെ അപ്പുറം കിടക്കുമ്പോ പടച്ചവനെ ഒരു അപകടവും വരുത്തല്ലേ അല്ലാ, ഒരു അപകടവും വരുത്തല്ലേ അല്ലാ, ഒരപകടവും വരുത്തല്ലേ അല്ലാ. ബഹ്റൈനിൽ തണുപ്പ് കൂടിയപ്പോ രാത്രിയിൽ കിടക്കാൻ വന്നപ്പം വിറക് കൊള്ളി കൂട്ടി വെച്ചിട്ട് തണുപ്പകറ്റാൻ കിടന്നതാണ്. രാവിലെ എഴുന്നേറ്റപ്പോ വിറക് കൊള്ളിയുടെ കൂടെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി 3 ചെറുപ്പക്കാരുടെ മൃതദേഹങ്ങൾ. കാത്തിരുന്ന ഉമ്മയുടെ ഉപ്പയുടെ മക്കളുടെ മുമ്പിൽ വന്നപ്പോ
മുത്തം കൊടുക്കാൻ പോലും ഉപ്പയുടെ മുഖമില്ലാതെ കത്തിക്കരിഞ്ഞു പോയ ഉപ്പയുടെ മൃതദേഹത്തിനെതിരെ കെട്ടിപ്പിടിച്ച് കരയുന്ന പൊന്നുമക്കൾ. അല്ലാഹുവേ, ഈ പാവങ്ങളെ നീ കാത്തോളണേ അല്ലാ, നീ കാത്തോളണേ അല്ലാ, നീ കാത്തോളണേ അല്ലാ. പടച്ചവനെ, ഒത്തിരി സമ്പാദിക്കാനല്ല, ജീവിക്കാൻ വേണ്ടി പെടാ പാടുപെട്ട് വന്നവരാണ്. നാട്ടിലെ അറബി കോളേജുകളും ദറസുകളും ഒക്കെ നടന്ന് ഈ പാവങ്ങളെ കൊണ്ടാണ്. പടച്ചവനെ, പെങ്ങന്മാരുടെ കല്യാണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്, നീ അതൊക്കെ നടത്തി കൊടുക്കണേ അല്ലാ. പെൺമക്കളെ കെട്ടിക്കാൻ പ്രായമായവരുണ്ട്, നീ അത് നടത്തി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ദുഃഖങ്ങൾ ആരോടും പറയാതെ മനസ്സിലൊതുക്കി നിൽക്കുന്ന പ്രവാസിയുടെ ദുഃഖം നീ കാണണേ അല്ലാ, നീ കാണണേ അല്ലാ, നീ കാണണേ അല്ലാ. പടച്ചവനെ, 1000 രോഗത്തിന്റെ അടിമയായി നാട്ടിൽ തിരിച്ചെത്തുമ്പോ ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, പലവിധ ചതികളിൽ കുടുങ്ങിയിട്ട് പൈസ നഷ്ടപ്പെട്ടവരുണ്ട്, അർഹമായതൊക്കെ തിരിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ വരുമ്പോ സ്നേഹത്തോടെ സ്വീകരിച്ച് പോകുമ്പോൾ ഒരു കൂടപ്പറപ്പിനെ പോലെ യാത്രയാക്കുന്ന, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഈ പ്രവാസികൾ ഈ ബന്ധത്തെ നിലനിർത്തണേ അല്ലാ. പടച്ചവനെ, വിവാഹം കഴിഞ്ഞ് സന്താന സൗഭാഗ്യമില്ലാത്തവരുണ്ട്, സന്താന സൗഭാഗ്യം നൽകണേ അല്ലാ. ഇവിടെ ധാരാളം സഹോദരങ്ങളെ കല്യാണം കഴിഞ്ഞ് 15 വർഷമായി ഉസ്താദെ, 6 വർഷമായി ഉസ്താദെ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്, നീ സന്താന സൗഭാഗ്യം നൽകണേ അല്ലാ. നാടിന്റെ നാനാഭാഗങ്ങളിൽ എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ വിവാഹം കഴിഞ്ഞ് മക്കളില്ല. ഉസ്താദെ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ 6666 സദഖ ചെയ്ത ധാരാളം ആളുകളുണ്ട്, നീ അവർക്ക് സാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഖത്തറിലുള്ള സുമയ്യ എന്ന ഒരു കുഞ്ഞു പെങ്ങൾ, അല്ലാഹുവേ, നീ ഒരു സാലിഹായ സന്താനത്തെ കൊടുക്കണേ അല്ലാ. ഈ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് കൊടുക്കണേ അല്ലാഹുവേ. താമസങ്ങളില്ലാതെ ആ കുടുംബത്തിന് സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ആ വിനീതനുമായി ബന്ധമുള്ള ആ 2 കുടുംബങ്ങളെ നീ ഖൈറിലാക്കണേ അല്ലാ. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അവരെ കുടുംബത്തിന് ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ഇബ്രാഹീം നബിയുടെ കുടുംബം പോലെ അദ്ദേഹത്തിന്റെയും കുടുംബത്തെ നീ ആക്കി കൊടുക്കണേ തമ്പുരാനെ. ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. പടച്ചവനെ, അല്ലാഹുവേ, എല്ലാവിധ നന്മകളും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സർവ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി നിന്റെ ഹിഫാലത്തിന്റെ മലക്കുകളുടെ കാവലിലാക്കണേ അല്ലാ. പടച്ചവനെ, ഇതിന്റെ പ്രവർത്തകരായ KMCCയുടെ പ്രവർത്തകർ നീ അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. അവരെ ത്യാഗത്തിന് നീ പരിശ്രമം നൽകണേ അല്ലാ. അവരിൽ മക്കളില്ലാത്തവരുണ്ട്, സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹുവേ. പടച്ചവനെ തമ്പുരാനെ, അങ്ങകലെ നിന്ന് ഇവിടെ എത്തി എത്രയോ ചെറുപ്പക്കാരുണ്ട്, പാവങ്ങളുണ്ട്, നീ അവരെയൊക്കെ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരവരുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കി കൊടുക്കണേ അല്ലാ. ഭർത്താക്കന്മാരെ സ്നേഹമുള്ളവരാക്കണേ അല്ലാ. കുടുംബത്തോടെ താമസിക്കുന്നവർ നീ ഐക്യവും ബന്ധവും നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നുമക്കള് നാട്ടിലുള്ളവരെ ഒക്കെ നീ കാത്തോളണേ അല്ലാ. അവരെ ഭാര്യമാരെ കാത്തോളണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ കിഴിമാടത്തിൽ മണ്ണിടേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. കഴിഞ്ഞ മാസം മസ്ജിദിന്റെ പരിസരത്ത് വാപ്പ കാല് തളർന്ന് 10 വർഷമായി കിടപ്പിലാണ്. ഉമ്മ കൂലിപ്പണിയെടുത്തിട്ടാണ് കുടുംബം പോറ്റുന്നത്. 3 പെമ്മക്കളും ഒരു ആൺകുട്ടിയും. ആൺകുട്ടി 15 വയസ്സായി, SSLC എഴുതേണ്ട കുട്ടി. ഇവൻ വളർന്നു വന്നാൽ എനിക്കൊന്നിരിക്കാമെന്നോർത്ത് ഉമ്മ വളർത്തിക്കൊണ്ടുവന്ന് ഏക പൊന്നുമോൻ. സ്കൂള് കഴിഞ്ഞ് കുളിക്കാൻ പോയി വൈകുന്നേരം ഉമ്മയുടെ മുമ്പിൽ വന്നത് 3 വെള്ള തുണിയിൽ പൊതിഞ്ഞ 15 വയസ്സുള്ള പൊന്നുമോന്റെ മയ്യത്താണ്. രാവിലെ ചോറ് പൊതിഞ്ഞു തന്ന മോനെ, നിനക്കിനി ഞാൻ പിടിമണ്ണ് പൊതിയണല്ലോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്ന ഉമ്മ. അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാത്തോളണേ അല്ലാ, നീ കാത്തോളണേ അല്ലാ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളെ നീ കാത്തോളണേ അല്ലാ. പടച്ചവനെ, മരിക്കുന്ന നേരെ കലിമ പറഞ്ഞ് മരിപ്പിക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ട മരണം ഞങ്ങളിൽ ആർക്കും നീ വരുത്തല്ലേ അല്ലാ. മരിക്കുന്ന നേരം കലിമ പറയാൻ വേണ്ടി നാവ് പൊന്തിക്കുമ്പോ ഞങ്ങളുടെ നാവിനെ നീ കുഴക്കല്ലേ അല്ലാ. പടച്ചവനെ, കലിമ ഉച്ചത്തിൽ പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കുന്ന മുത്തക്കീങ്ങളാക്കണേ അല്ലാ.
പടച്ചവനെ ഇന്നീ വഅ്ള് കേൾക്കാൻ ഒരുമിച്ച് കൂടിയ ജനങ്ങള് നാളെ അഹമ്മദ് കബീർ മരിച്ചു എന്ന് കേട്ടാല് അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറയണ ഒരു ബന്ധമാക്കി തരണേ അല്ലാ. പടച്ചവനെ അങ്ങനെ ആക്കി തരണേ അല്ലാ. ഞങ്ങളിൽ ഒരാൾ മരിച്ചു എന്നറിഞ്ഞാല് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുന്നൊരു നല്ല ബന്ധമാക്കി ഇതിനെ നിലനിർത്തി തരണേ അല്ലാ. പടച്ചവനെ 6 അടി മണ്ണിലേക്ക് വെക്കുമ്പോ ഈ ചെയ്ത സദക്കകളും സലാത്തുകളും ഒക്കെ പ്രകാശമാക്കി തരണേ റബ്ബേ. 6666 ദിർഹംസ് തന്നവരുണ്ട്. ഓൺലൈനിൽ കേട്ടവരിന് അല്ലാഹുവേ നല്ല പ്രതിഫലം നൽകണേ റബ്ബേ, നല്ല പ്രതിഫലം നൽകണേ റബ്ബേ. അല്ലാഹുവേ അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ വിനീതന്റെ കൂടെ ഇവിടെ എത്തിയ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്, ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ റബ്ബേ. പടച്ചവനെ ബഷീർ എന്നൊരു സഹോദരന്റെ മകളുടെ കൈക്കും കാലിനും ചെറിയ പ്രശ്നമുണ്ട്, നീ അത് പൂർണ്ണ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, പൂർണ്ണ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, പൂർണ്ണ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ ജീവിതത്തിൽ 1000 പ്രയാസങ്ങളുള്ളവർ എല്ലാം നീ മാറ്റി കൊടുക്കണേ റബ്ബേ. പടച്ചവനെ ഇവിടെ എത്തിയ ബഹുമാനരായ വിശിഷ്ടാതിഥികളുണ്ട്, അവരാരെയും നീ കൈവിടല്ല റബ്ബേ. ഇവിടെ വന്നപ്പോ സ്നേഹത്തോടെ പരിചരിച്ച KMCCയുടെ ജില്ലയുടെ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ സാഹിബുണ്ട്, നീ ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ കൂടെ അഹോരാത്രം പാടുപെട്ട ഇതിന്റെ സെക്രട്ടറിയും ഇതിന്റെ പ്രവർത്തകരും പടച്ചവനെ നീ അവരെ ആരെയും കൈവിടല്ല റബ്ബേ. അവരെ ജോലിയിലും കുടുംബത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ വിനീതനെത്തിയ ഭക്ഷണം നൽകിയ കുടുംബങ്ങളുണ്ട്, നീ ഖൈർ നൽകണേ റബ്ബേ. സ്ഥാപനങ്ങളുണ്ട്, ഇതിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോ ഞങ്ങൾ ഇതേപോലെ സ്വർഗത്തിന്റെ തണൽ ഒരുമിച്ച് നിർത്തണേ റബ്ബേ, ഒരുമിച്ച് നിർത്തണേ റബ്ബേ. അല്ലാഹുവേ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കുമ്പോ സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ ഇതേപോലെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാന്. അല്ലാഹുവേ വിനീതന്റെ സദസ്സിൽ 6666 സദക്ക ചെയ്ത ദേശത്തും വിദേശത്തുമുള്ള 1000കണക്കിന് ആളുകളുണ്ട്. അല്ലാഹുവേ അവരേത് ആഗ്രഹം മനസ്സിൽ വെച്ചത് നൽകിയോ അതെല്ലാം നീ പൂർണ്ണ സബലീകരിച്ചു കൊടുക്കണേ റബ്ബേ, പൂർണ്ണ സബലീകരിച്ചു കൊടുക്കണേ റബ്ബേ, സബലീകരിച്ചു കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഒന്നുമില്ലാത്ത കാലങ്ങളിൽ ഞങ്ങളെ സഹായിച്ചവർ, ഇപ്പോഴും അല്ലാഹുവേ പിതാവിനേക്കാൾ വലിയ വാത്സല്യത്തോടെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു തരുന്നവരുണ്ട്. അല്ലാഹുവേ അവരെ നിനക്ക് നന്നായിട്ടറിയാൻ തമ്പുരാനെ. അല്ലാഹുവേ നീ അവരെ കൈവെടിയല്ലേ അല്ലാഹുവേ, കൈവെടിയല്ലേ അല്ലാഹുവേ, കൈവെടിയല്ലേ അല്ലാഹുവേ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ തമ്പുരാൻ, തൗഫീക്ക് നൽകണേ തമ്പുരാനെ, തൗഫീക്ക് നൽകണേ തമ്പുരാനെ. പടച്ചവനെ ഈ സദസ്സിൽ പങ്കെടുത്ത ആരെയും നീ ഇവിടെ നിന്ന് നിരാശയോടെ മടക്കല്ലേ അല്ലാഹുവേ. ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി ചെയ്ത ദുആയെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. തട്ടിക്കളയല്ലേ തമ്പുരാനെ, തട്ടിക്കളയല്ലേ തമ്പുരാനെ, തട്ടി മാറ്റല്ലേ തമ്പുരാനെ. അല്ലാഹുവേ എല്ലാവിധ ഞങ്ങൾ നന്മതെല്ലാം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. ഞങ്ങൾ നീ ആട്ടി ഓടിക്കല്ലേ തമ്പുരാനെ. നീ പോന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ച് ഞങ്ങൾ ആരുടെ മുമ്പിൽ പോകും അല്ലാഹുവേ. ഞങ്ങൾക്ക് പോകാനൊരിടവില്ല തമ്പുരാനെ, നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. ഇലാഹി അബ്ദുക ലാസി അത്താക മുഖിറം ബിദുനൂബി വഖദ്ദഅക വഇൻ തഗ്ഫിർ ഫഅന്ത ബിദാക അഹിലു വഇൻ തത്റുദ് ഫമയർഹം സിവാക റബ്ബന റഹ്മ അബാഅന വഉമ്മഹാതിന കമാ റബ്ബുനാ സിഗാറ. അല്ലാഹുവേ ഞങ്ങളുടെ വഅലുകൾ നടത്തുന്ന ധാരാളം സംഘാടകർ നാട്ടിലും ഇവിടെയും ഒക്കെയുണ്ട്, അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹുവേ. ഉസ്താദെ ദുആയിലും മറക്കരുതെന്ന് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ പടച്ചവനെ, അവരുടെ എല്ലാവരുടെയും മുറാദുകൾ എന്താണോ നീ ഇത് ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും നീ നല്ല വിജയത്തിലെത്തിക്കണേ അല്ലാഹുവേ. പൈലറ്റിന് പഠിക്കുന്ന മക്കളുണ്ട്, BDSന് പഠിക്കുന്ന മകൾക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് നീയൊക്കെ ഖൈറിലാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. റബ്ബന റഹ്മ അബാഅന വഉമ്മഹാതിന കമാ റബ്ബുനാ സിഗാറ വസല്ലി അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.